ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. രാവിലെ ശാന്തിയക്കയ്ക്കൊപ്പം അടുക്കളയിൽ സഹായിക്കാൻ കയറിയതായിരുന്നു ദയ. പതിവില്ലാത്ത അവളുടെ വരവും ഇടപെടലും കണ്ട് ശാന്തിയക്ക കാര്യമറിയാതെ സംശയത്തോടെ അവളെ നോക്കി. എന്നമ്മാ? ഞാനൂടെ സഹായിക്കാം അമ്മേ. അവളുടെ അമ്മയെന്നുള്ള വിളിയിൽ അവർ അന്താളിച്ചു പോയി. വർഷങ്ങളായി അവർ കന്യം നിന്ന വാക്ക്. നെഞ്ചിൽ ഉറഞ്ഞുകൂടിയ വിങ്ങലോടെ ശാന്തിയക്ക നിറകണ്ണുകളുമായി ദയയെ നോക്കി. ദയ ആകെ പേടിച്ചു. താൻ അരുതാത്തതെന്തെങ്കിലും പറഞ്ഞോ എന്ന ചിന്തയായി അവൾക്ക്. അവളുടെ നിൽപ്പും വെപ്രാളം നിറഞ്ഞ മുഖഭാവവും കണ്ട് ശാന്തിയക്ക തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ച് അവളെ നോക്കി പുഞ്ചിരിച്ചു. യഥാവതോ യോസിക്കിട്ടിരുന്നേ, നീങ്ങ് പോയിരുന്നോ? ദയ അവരെ നോക്കി കണ്ണു മിഴിച്ചു. ഓ കടവുളേ, ഇന്റെ പൊണ്ണ്, നീ പോമാ, വേലയെല്ലാം ഞാൻ നോക്കിക്കോളാം. കൈകൊണ്ട് അവളോട് പുറത്തേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് ശാന്തിയക്ക തൻ്റെ ജോലികളിലേക്ക് ശ്രദ്ധ തിരിച്ചു. ദയ അത് കാര്യമാക്കാതെ അടുപ്പിൽ വെച്ച് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് തേയില തൂകി. തനിക്ക് പിന്നിൽ അനക്കമറിഞ്ഞപ്പോൾ ദയ പോയിട്ടില്ലെന്ന് ശാന്തിയക്കയ്ക്ക് മനസ്സിലായി. അവർ ഇരു കൈകളും ഇടുപ്പിൽ കുത്തി ദയയെ കൂർപ്പിച്ചു നോക്കി. അവർ കൈകളിൽ അണിഞ്ഞ കുപ്പിവളകൾ കിലുങ്ങുന്ന ശബ്ദം അവിടെ ആകെ മുഴങ്ങിക്കേട്ടു. ദയ ഇടം കണ്ണാൽ അവരെ ഒന്ന് നോക്കിയ ശേഷം പാലും പഞ്ചസാരയും ചേർത്ത് ചായ കൂട്ടി ഓരോ കപ്പുകളിലേക്കാക്കി പകർന്നെടുത്തു. ആദ്യത്തെ കപ്പ് അവൾ ശാന്തിയക്കയ്ക്ക് നേരെ നീട്ടിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി. ചെറിയ ചില പരിഗണനകൾ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികമായി ചിലരെ സ്വാധീനിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്നും ദയയ്ക്ക് മനസ്സിലായി. മുമ്പെപ്പോഴൊക്കെയോ താനും കൊതിച്ചിരുന്നില്ലേ ഇത്തരം ചില പരിഗണനകൾക്കായി? ഭൂതകാല സ്മരണകളെ മനഃപൂർവ്വം മറന്നു കളഞ്ഞവൾ ബാക്കിയുള്ള കപ്പുകളെല്ലാം ഒരു ട്രേയിലാക്കിയെടുത്ത് ഹാളിലേക്ക് നടന്നു. ആദ്യം കണ്ടത് ഫോണുമായി സോഫയിലിരിക്കുന്ന കൈലാസിനെയാണ്. ദയ യാതൊരു മടിയും കൂടാതെ അവന് മുന്നിൽ ചെന്നു നിന്നു. തനിക്കരികിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോൾ കൈലാസ് മൊബൈൽ സ്ക്രീനിൽ നിന്നും കണ്ണുകൾ ഉയർത്തി. ദയയെ കണ്ട് അവനൊന്ന് പരിഭ്രമിച്ചു. ചായ. കാറ്റുപോലെ അവളുടെ നേർത്ത സ്വരം അവനിലേക്ക് ഒഴുകിയെത്തി. കൈലാസ് ദയയെ തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി. ഇന്നലെയുള്ള പോലെ തന്നെ നെറ്റിയിൽ ചുമന്ന വട്ടപ്പൊട്ടും മിഴികളിൽ കൺമഷിയുമുണ്ട്. ഈറനായ മുടി നടുവകഞ്ഞെടുത്ത് കുളിപ്പിന്നിലിട്ടിരിക്കുന്നു. അവളുടെ മുഖത്ത് തന്നോട് വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ലെന്ന് കൈലാസ് ഓർത്തു. ചായ. തന്നെ നോക്കിയിരിക്കുന്ന കൈലാസിനെ കണ്ട് ദയ ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു. കൈലാസിൻ്റെ കണ്ണുകൾ പിടച്ചിലോടെ അവളിൽ നിന്നും അകന്നു. ഉടനടി ട്രേയിൽ നിന്നും ഒരു കപ്പ് ചായയും എടുത്തവൻ ചുണ്ടോട് ചേർത്തു. ദയ പിന്തിരിഞ്ഞു നടന്നു. അവളുടെ പേരെടുത്ത് വിളിച്ച് ആ പെണ്ണിനെ തടഞ്ഞു നിർത്താൻ കൈലാസിന് തോന്നി. അവളോട് എന്തൊക്കെയോ മിണ്ടണമെന്ന് തോന്നി. പക്ഷെ അവൻ്റെ നാവ് പൊങ്ങിയില്ല. ശരണിനുള്ള ചായയുമായി മുകളിലേക്ക് കയറുമ്പോൾ എപ്പോഴത്തെയും പോലെ ദയയുടെ കാലുകൾക്ക് വേഗതയേറി. താൻ കുളിച്ചിറങ്ങുമ്പോൾ ശ്രീറാമും ശരണും പ്രാക്ടീസിലായിരുന്നു. അതിനാൽ ശ്രീറാമിനെ കാണാൻ കഴിഞ്ഞില്ല. ബാൽക്കണിയിൽ നിൽക്കുന്ന ശരണിന് ചായ കൊടുത്തപ്പോൾ അവൻ ദയയെ ആശ്ചര്യത്തോടെ നോക്കി. എല്ലാം കൊണ്ടും അവൾ മാറി വരികയാണെന്ന് അവന് തോന്നി. വളരെയധികം സന്തോഷത്തോടെ ശരൺ ദയയെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്ക്സ് ദച്ചു. പിശുക്കിയെങ്കിലും വളരെ വളരെ നേർമയിൽ തിരികെ അവളും ഒരു ചിരി നൽകി. ഏട്ടൻ മുറിയിലുണ്ട്. ദയയുടെ മനസ്സറിഞ്ഞെന്നോണം ശരൺ ദൂരേക്ക് നോക്കി പറഞ്ഞു. നേർമയായൊന്ന് മൂളി ഒഴിഞ്ഞ ട്രേയുമായി ദയ ധൃതിയിൽ തിരികെ നടന്നു. ശ്രീറാമിൻ്റെ മുറിവാതിൽക്കലെത്തിയപ്പോൾ കാലുകളുടെ വേഗത കുറഞ്ഞു. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അകത്തുനിന്നും ശ്രീറാമിൻ്റെ മൂളിപ്പാട്ട് കേൾക്കാം. അവൻ്റെ നേർത്ത മൂളിപ്പാട്ടുകൾ പോലും എത്ര മനോഹരമാണ്. അവനെ ഒന്ന് കാണാൻ അവളുടെ ഹൃദയം തുടിച്ചു. ആകാംക്ഷ അടക്കവയ്യാതെ ദയ വാതിലിനിടയിലൂടെ നേർത്ത വിടവിലൂടെ അകത്തേക്ക് നോക്കി. മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ശ്രീറാം മൂളിപ്പാട്ടോടുകൂടി തൻ്റെ ചുമലിലിട്ട നനഞ്ഞ തോർത്തിനാൽ തല തുവർത്തുകയാണ്. ഒരു വെള്ളമുണ്ട് മാത്രമാണ് വേഷം. അർദ്ധനഗ്നമായ അവൻ്റെ ശരീരം കണ്ട് ദയയ്ക്ക് ജാള്യത തോന്നി. അവൾ ചുണ്ട് ചുളുക്കി കണ്ണുകൾ ഇറുക്കെ അടച്ച് വലതുവശത്തെ ചുമരിലേക്ക് ചാരി നിന്നു. എന്തുപറ്റി? ചായ കുടിച്ച് ബാൽക്കണിയിൽ നിന്നും തിരികെ വന്ന ശരൺ ദയയുടെ നിൽപ്പ് കണ്ട് ചോദിച്ചു. അവൾ ആകുലതയോടെ ശരണിനെ നോക്കി. താൻ മുറിയിലേക്ക് നോക്കിയത് അവൻ കണ്ടോ എന്ന വേവലാതിയായിരുന്നു അവൾക്ക്. ഒന്നുമില്ല. സംഭ്രമത്തോടെ ചുമൽ കൂപ്ചി ദയ നടക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വെളിയിലെ ശബ്ദം കേട്ട് ശ്രീറാം മുറിക്ക് പുറത്തെത്തിയിരുന്നു. എന്താ ഇവിടെ? ചോദ്യം കേട്ട് ദയ ഞെട്ടലോടെ ശ്രീറാമിനെ പിന്തിരിഞ്ഞു നോക്കി. അവൻ അപ്പോഴും അതേ വേഷത്തിലാണെന്ന് കണ്ടതും അവൾ ഉടനടി കണ്ണുകൾ ഇറുക്കെ അടച്ച് തല വെട്ടിച്ചു.
അത് കണ്ട് ശരണിന് ചിരി വന്നു. അവൻ കള്ളച്ചിരിയോടെ ദയയെ നോക്കി തലയാട്ടിയത് കാണി അവളുടെ മുഖം ദയനീയമായി. ഇന്ന് ചായ ദച്ചുവിൻ്റെ വകയേട്ടാ, ഏട്ടന് കിട്ടിയില്ലേ? ശരൺ കുസൃതിയോടെ ചോദിച്ചു. ശ്രീറാം മറുപടി പറയാതെ ദയയെ നോക്കി. അവൻ്റെ മിഴികൾ അവിശ്വസനീയതയോടെ വിടർന്നിരുന്നു. ചായ കുടിക്കാറില്ലല്ലോ, ദയ പതിയെ പറഞ്ഞു. ആര്? ശരണിൽ നിന്നും വീണ്ടും കുസൃതി മിന്നി. ആരെന്ന് പറയും? ദയ സ്വയം ചോദിച്ചു. അവളുടെ ഹൃദയതാളം മുറുകുകയും നേത്രഗോളങ്ങൾ വെപ്രാളത്തോടെ നാലുപാടും അലയുകയും ചെയ്തു. പതിയെ അവരിരുവരിൽ നിന്നും രക്ഷപ്പെടാൻ തുടങ്ങവേ ദയയുടെ നീക്കം മുൻകൂട്ടി കണ്ടപ്പോൾ ശരൺ അവൾക്ക് മുന്നിൽ തടസ്സമായി കയറി നിന്നു. പറഞ്ഞിട്ട് പോയാൽ മതി. സാർ. ശ്രീറാമിനെ ഒന്ന് നോക്കി രണ്ടും കൽപ്പിച്ചവൾ സ്വരം താഴ്ത്തി പറഞ്ഞു. അത് കേൾക്കെ ശ്രീറാമിന് വല്ലാത്ത വിഷമം തോന്നിപ്പോയി. അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. ഒറ്റ നിമിഷം കൊണ്ട്, ഒരു വാക്കുകൊണ്ട് താൻ അവൾക്ക് ആരുമല്ലാതെയായി പോയ പോലെ. അവൻ ഒന്നും മിണ്ടാതെ മുറിക്കകത്തേക്ക് തിരികെ കയറിയപ്പോൾ ദയയും ശരണും ആകെ വല്ലാതായി. ഏട്ടന് വിഷമമായിട്ടോ ദച്ചു? ശരൺ അതുമാത്രം പറഞ്ഞ് കോണിപ്പടികൾ താഴേക്കിറങ്ങി. ദയ വീണ്ടും അവിടെ തന്നെ നിന്നു. ശ്രീറാമിന് സങ്കടമായെന്നുള്ളത് അവളെ അസ്വസ്ഥപ്പെടുത്തുകയുണ്ടായി. കുറച്ചു സമയം അതേ നിൽപ്പിൽ നിന്ന് ദയ വീണ്ടും അവൻ്റെ മുറിവാതിൽക്കിലേക്ക് നീങ്ങി നിന്ന് മുരടനക്കി. ശ്രീറാം കിടക്കയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു. ദയയുടെ സാന്നിധ്യം അറിഞ്ഞിട്ടും അവൻ അവളെ തല ഉയർത്തി നോക്കിയില്ല. പരിഭവം പോലെ, പിണക്കം പോലെ അവളിൽ നിന്ന് മുഖം വെട്ടിച്ച് അതേ ഇരിപ്പിരുന്നു. എത്രയൊക്കെ ശബ്ദമുണ്ടാക്കി ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചിട്ടും അവൻ തന്നെ നോക്കുന്നില്ലെന്നത് കണ്ടതും ദയ മടിച്ച് മടിച്ച് മുറിയിലേക്ക് കയറി അവൻ അരികിൽ ചെന്ന് നിന്നു. ഞാൻ അറിയാതെ എന്താ വിളിക്കണ്ടേന്ന് എനിക്ക്. വാക്കുകൾ അർദ്ധോക്തിയിൽ അവസാനിപ്പിച്ച് അവൾ ശ്രീറാമിനെ പ്രതീക്ഷയോടെ നോക്കി. എന്നാൽ അവനത് കേട്ട ഭാവം നടിച്ചില്ല. ദയയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. ഇനി എന്തു പറയണം, ചെയ്യണമെന്നറിയാതെ വിരലുകൾ കൊരുത്തു പിടിച്ചവൾ മനോവിഷമത്തോടെ അവനരികിൽ തന്നെ നിന്നു. ശ്രീയേട്ട. മുത്തു പൊഴിയും പോലെ അവളിൽ നിന്നും വാക്കുകൾ അടർന്നു വീണു. ശ്രീറാമിന് ഒരു വേള തൻ്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി. ചുണ്ടുകൾ വിടർന്നെങ്കിലും ഗൗരവത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞവൻ ദയയെ കൂർമ്മിച്ചു നോക്കി. എനിക്കറിയില്ല എന്താ. എണ്ണിക്കൂട്ടി അവൾ പറയാൻ ശ്രമിക്കും മുമ്പേ ശ്രീറാം എഴുന്നേറ്റ് അവൾക്ക് അഭിമുഖമായി നിന്നു. ഇനി മേലാൽ എന്നെ സാറെന്നോ ടീച്ചറെന്നോ എങ്ങാനും നീ വിളിച്ച ഞാൻ ഏത് ക്ലാസ്സിലടി പെണ്ണെ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത്? അവൻ ഒച്ചയുയർത്തി ദേഷ്യപ്പെട്ടപ്പോൾ ദയ വിറച്ചുപോയി. നിറഞ്ഞു തുടങ്ങിയിരുന്ന കണ്ണുകളിൽ നിന്നും ഒറ്റ കുതിപ്പിന് വെള്ളം ചാടി. ചുണ്ടുകൾ കൂർത്തു വിതുമ്പി. ഒരു പൊട്ടിക്കരച്ചിലോടെ ദയ പിന്തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് ഓടി. എന്താണ് സംഭവിച്ചതെന്നറിയാൻ അല്പസമയം വേണ്ടി വന്നു ശ്രീറാമിന്. ചെറുതായൊന്ന് ശകാരിക്കണമെന്നേ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്വയം നെറ്റിയിലടിച്ചവൻ മുണ്ടു മടക്കി ഉടുത്ത് ദയയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. ഇല്ല സർ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്. ഒരു ബ്രേക്ക് വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ പ്രൊജക്ട്സ് ഒന്നും ഏറ്റെടുക്കാത്തത്. അതിനിടയിൽ ഇൻ്റർവ്യൂ, അത് വേണ്ട സർ, ശരിയാകില്ല. ശ്രീറാം ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ട് ശരണിൻ്റെ നെറ്റി ചുളിഞ്ഞു. തനിക്ക് പിന്നിൽ ആരുടെയോ സാന്നിധ്യം അറിഞ്ഞ് ശ്രീറാം വാക്കുകൾ ചുരുക്കി. സംഭാഷണം അവസാനിപ്പിച്ച് പിന്തിരിഞ്ഞു നോക്കി. നീയായിരുന്നു. ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പോൾ ഞാൻ കണ്ടി ദുർഗയാണെന്ന്. ഒന്ന് മന്ദഹസിച്ചവൻ കയ്യിലെ ഫോൺ അരികിലെ മേശപ്പുറത്തേക്ക് വെച്ചു. ദച്ചു താഴെ ശാന്തിയക്കയുടെ കൂടെ ഗാർഡനിലാണ്. ഞാൻ ഏട്ടനോട് കുറച്ച് സംസാരിക്കാൻ. എന്താടാ? ചോദ്യത്തോടെ ശ്രീറാം കിടക്കയിലേക്കിരുന്നു. മുറിയുടെ വാതിലടച്ച് കൊളുത്തിട്ട് ശ്രീറാമിന് അഭിമുഖമായി ശരണും ഇരുന്നു. അച്ഛൻ വിളിച്ചിരുന്നു. അവർ 4-5 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെടുവാണെന്ന്. ശേഖരൻ അങ്കിളിൻ്റെ കൂടെ ദച്ചുവിൻ്റെ മുത്തശ്ശനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. രാവിലെ അമ്മ വിളിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു. ശ്രീറാം അലസമായി പറഞ്ഞു. പിന്നെ ഏട്ടാ, സിദ്ധാർത്ഥിൻ്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശരൺ അല്പം മടിയോടെ പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ അച്ഛനൊരു വിധത്തിൽ അടുക്കുന്നില്ലെന്ന്. കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലും അവരുടെ തീരുമാനം. മാത്രമല്ല, കേസ് കൂടുതൽ സ്ട്രോങ് ആകാനും സാധ്യതയുണ്ട്. കാരണം സിദ്ധാർത്ഥും സ്വാതിയും മുത്തശ്ശനും അയാൾക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ, നല്ലത്. കുഞ്ഞിൻ്റെ ഭാവി, പേരുദോഷം എന്നൊക്കെ കരുതി അവരൊന്നും മൂടി വച്ചില്ലല്ലോ. പക്ഷേ ദുർഗയെ അതിലേക്ക് വലിച്ചിഴയ്ക്കാൻ കഴിയില്ല. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. അയാൾ ഇപ്പോഴും ജീവനോടുണ്ടെന്ന് അവൾക്കറിയില്ല. അറിഞ്ഞാൽ അവളുടെ പ്രതികരണം എന്താകുമെന്ന് ഐ ഡോണ്ട് നോ.
അവളെ വെച്ചൊരു ഭാഗ്യപരീക്ഷണം. അതെനിക്ക് കഴിയില്ല ശരൺ. പേടിയായിട്ടാ അമ്മ വിളിക്കുമ്പം പോലും അവൾക്ക് ഞാൻ ഫോൺ നൽകാത്തത്. അറിയാം ഏട്ടാ, ഞാൻ നാളെ അങ്ങ് പോകും. എല്ലാം ഒന്ന് ഒതുക്കി തീർക്കണമല്ലോ. ആ പുനാര മോൻ അന്നേ അങ്ങ് ചത്ത് തൊലഞ്ഞാൽ മതിയായിരുന്നു. മരണം അയാൾക്ക് രക്ഷപ്പെടാനുള്ള എളുപ്പമാർഗമാണ് ശരൺ. ഈ ജീവിതമാണ് അയാൾക്കുള്ള നരകം. സ്വന്തം ഭാര്യയും സ്നേഹിച്ച് വളർത്തിയ മക്കൾ ഉപേക്ഷിച്ച് കയറി കിടക്കാൻ ഒരിടം പോലും ഇല്ലാതെ തെരുവ് പട്ടിക്ക് സമമായി അലഞ്ഞു നടക്കുകയല്ലേ. ഇപ്പോൾ ദാ ജയിലിലും. ഇനിയും നരകിക്കും അയാൾ. മരണം വരെ അനുഭവിക്കും. ശ്രീറാമിൻ്റെ ചുണ്ടുകൾ പുച്ഛത്തോടെ കൂടി. അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം ശ്രീറാം ശരണിനെ നോക്കി. നിനക്കൊറ്റയ്ക്ക് കഴിയുമോ? അതൊന്നും ഓർത്ത് ഏട്ടൻ പേടിക്കണ്ട. കൂടെ അച്ഛനും ശേഖരങ്ങളും ഇല്ലേ? എന്തുണ്ടെങ്കിലും ആ നിമിഷം തന്നെ എന്നെ വിളിക്കണം. പിന്നെ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അവളുടെ മുത്തശ്ശനടക്കം എല്ലാവർക്കും ദയയോട് എന്ത് പറയണം പറയണ്ട എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമാക്കി കൊടുക്കണം. അറിയാതെ പോലും ആ നീചൻ്റെയോ അയാളുടെ ഭാര്യയുടെയോ മക്കളുടെയോ പേര് ആരുടെയും നാവിൽ നിന്ന് വീഴരുത്. മറുപടിയായി ശരൺ ഗൗരവപൂർവ്വം തലയാട്ടി. എങ്കിൽ ചെല്ല്, പോയി ഉറങ്ങിക്കാം. വാത്സല്യത്തോടെ ശരണിൻ്റെ നെറുകയിൽ തലോടി ശ്രീറാം പറഞ്ഞു. ഏട്ടൻ്റെ കൈച്ചൂടിലൊന്ന് കണ്ണുകളടച്ച് പുഞ്ചിരിച്ചവൻ എഴുന്നേറ്റ് തിരികെ നടന്നു. വാതിലിനരികിലെത്തിയപ്പോൾ ശരൺ പിന്തിരിഞ്ഞ് ശ്രീറാമിനെ നോക്കി. ഏട്ടൻ്റെ കരിയർ ഇന്നീ നിലയിലെത്താൻ ഏട്ടൻ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ദച്ചുവിനെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഏട്ടാ. ഏട്ടനെ പോലെ ബെസ്റ്റായിട്ട് കെയർ ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ കംഫർട്ടബിൾ ആക്കാൻ ഞങ്ങൾക്ക് ശ്രമിക്കും. പ്ലീസ് ഡോണ്ട് കോംപ്രമൈസ് വിത്ത് യുവർ ഡ്രീംസ് ആൻഡ് കരിയർ. പിന്നെ ഇത് ഉപദേശമായി കണക്കാക്കരുത്. ഇതെൻ്റെ സ്നേഹമാണ്, ഏട്ടനോടുള്ള ബഹുമാനമാണ്. ഐ ലവ് യു. നിറഞ്ഞ ചിരിയോടെ ശ്രീറാമിനെ നോക്കി കണ്ണു ചിമ്മി ശരൺ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അവൻ്റെ വാക്കുകളിൽ കുടഞ്ഞിക്കിടക്കുകയായിരുന്നു ശ്രീറാം. ശരിയാണ്, ഒന്നിനു വേണ്ടിയും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ശപഥമെടുത്ത് താൻ തിരഞ്ഞെടുത്തതാണ് ഈ പ്രൊഫഷൻ. മുൻനിര ഗായകരിൽ തനിക്കായൊരിടം ഉണ്ടാക്കണമെന്നത് തൻ്റെ സ്വപ്നമായിരുന്നു. അതിനായുള്ള യാത്രയിൽ പലതും മറന്നു, ജീവിതം പോലും മറന്നെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് വേണ്ടി, യാദൃശ്ചികമായി കണ്ടുമുട്ടിയ ഒരുവൾക്ക് വേണ്ടി, തൻ്റെ ആരോരുമല്ലാത്തൊരുവൾക്ക് വേണ്ടി വലിയ തോതിൽ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. അവൾക്കായി ഇന്ന് തൻ്റെ സ്വപ്നം പോലും മറന്നിരിക്കുന്നു. ശ്രീറാം അസ്വസ്ഥതയോടെ കിടക്കയിലേക്ക് ചാഞ്ഞു. ചിന്തകൾ തീക്കനൽ കണക്കെ അവനിൽ ആളിപ്പടർന്നുകൊണ്ടിരുന്നു. ഒരുപാട് നേരത്തിന് ശേഷം കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൻ വ്യക്തമായ പല തീരുമാനങ്ങളിലേക്കും എത്തിച്ചേർന്നിരുന്നു.